السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. أعوذ بكلمات الله التامات من شر ما خلق. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ. നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അകറ്റി തരട്ടെ. ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ധാരാളം ആളുകൾ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനും റഹീമുമായ രാജാതിരാജനായ പരമദയാലുവായ കരുണക്കടലായ റബ്ബേ, അവരുടെ പ്രയാസങ്ങൾ നീ അകറ്റി കൊടുക്കണേ നാഥാ. അവർക്ക് നീ സമാധാനം നൽകണേ അല്ലാ. അവരുടെ കാര്യങ്ങളൊക്കെ നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി. അവരെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും നമ്മുടെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വൈലാ ഹദറത്തി സയ്യിദിനാ വഹബീബിനാ വമുൻജീനാ വമുർശിദിനാ വഹാദീനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة أجمير خواجة قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة قطب العالم سيد ولي الله المنوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. إن شاء الله നമ്മൾ ഇന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. മാതാപിതാക്കൾ മരണപ്പെട്ടു പോയ ആളുകൾ, കുടുംബക്കാര് മരണപ്പെട്ടു പോയ ആളുകൾ, കൂട്ടുകാര് മരണപ്പെട്ടു പോയ ആളുകൾ, നമ്മളെ മജ്ലിസ് കാണുന്നവർ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. റബ്ബേ, അവർക്കൊക്കെ വേണ്ടി ഞങ്ങൾ ഒരു ഫാത്തിഹ ഓതാൻ പോവുകയാണ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. സ്വീകരിക്കണേ റബ്ബേ, കാവൽ നൽകണേ റഹ്മാനെ. ഞങ്ങൾ ചൊല്ലിയ ഫാത്തിഹ സൂറത്ത് ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയവരെ ഖബറിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അവരെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. സ്വർഗ്ഗമാക്കി കൊടുക്കണേ റഹ്മാനെ. ഫാത്തിഹ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട്, അജ്മീർ ഖാജ തങ്ങളെ ബറക്കത്ത് കൊണ്ട്, സിഎം വലിയുള്ളാഹി തങ്ങളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസ് സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുടെ സർവ്വ ടെൻഷനുകളും നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ. കടങ്ങൾ വീട്ടി കൊടുക്കണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാഹ്. സർവ്വ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് വളരെയേറെ മഹത്വമുള്ള സ്വലാത്തുൽ ഫാത്തിഹയിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما
أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم സ്വീകരിക്കണേ റഹ്മാനെ, അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബർക്കത്ത് കൊണ്ട് ഖൈറിന്റെ കവാടങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തുറന്നു നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ സർവ്വ പ്രയാസങ്ങളും അകറ്റിത്തരണേ അല്ലാ. ഞങ്ങളെ ഖൽബിന് സന്തോഷം നൽകണേ അല്ലാ. റാഹത്തുള്ള ജീവിതം നൽകണേ അല്ലാ. മനസ്സമാധാനം നൽകണേ അല്ലാ. സർവ്വ ഇടങ്ങേറുകളെ തൊട്ടും ഞങ്ങളെ കാക്കണേ അല്ലാ. മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ഭർത്താക്കന്മാരിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ഭാര്യമാരിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. ഹബീബായ തങ്ങളെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഹബീബായ തങ്ങളെ ജീവിതത്തിൽ പിൻപറ്റി ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. മുത്തുനബിയുടെ പൊരുത്തം നൽകണേ അല്ലാ. മുത്തുനബിയുടെ മദദ് നൽകണേ അല്ലാ. ഹൗദുൽ കൗസർ നൽകണേ അല്ലാ. മുത്തുനബിയുടെ ശഫാഅത്ത്
കാത്തു നൽകണേ അല്ലാ. കടങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ നാഥാ. ഇൻഷാ അല്ലാ ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് അസ്മാഉൽ ഹുസ്നയിലെ വളരെ പ്രധാനപ്പെട്ട യാ ബർറു യാ അല്ലാ എന്ന അത്ഭുതകരമായ ഇസ്മാണ്. എന്റെ പ്രിയമുള്ളവരെ, ഈ ഇസ്മു നമ്മളെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിച്ചാൽ അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മളെ ജീവിതത്തിൽ എന്നെന്നും ഉണ്ടാകുമെന്നുള്ളതാണ്. അള്ളാഹിന്റെ റഹ്മത്തില്ലാതെ ഈ ലോകത്തൊരു മനുഷ്യനും നല്ല നിലക്ക് ജീവിക്കാൻ സാധ്യമല്ല. എന്നാൽ യാ ബർറു യാ അല്ലാ എന്ന ഇസ്മു നമ്മളെ മുറുകെ പിടിച്ചാൽ, പതിവായി ചൊല്ലിയാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മളെ ജീവിതത്തിൽ സദാ സമയത്തും ഉണ്ടാവും, നമ്മളെ മക്കളിലും കുടുംബത്തിലൊക്കെ ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. യാ ബർറു യാ അല്ലാ, 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 യാ ബർറു യാ അല്ലാ. സ്വീകരിക്കണേ റഹ്മാനേ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഈ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് നിന്റെ റഹ്മത്ത് ഞങ്ങളെ ജീവിതത്തിൽ നൽകണേ റബ്ബേ, ജോലിയിൽ നൽകണേ അല്ലാ, ഞങ്ങളെ വീടുകളിൽ നൽകണേ റഹ്മാനെ, ഭർത്താക്കന്മാരിൽ നൽകണേ അല്ലാ, ഭാര്യമാരിൽ നൽകണേ അല്ലാ, മക്കളിൽ നൽകണേ അല്ലാ, ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ നൽകണേ അല്ലാ. നിന്റെ റഹ്മത്തില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ല, സാധ്യമല്ല. ആ റഹ്മത്ത് ഞങ്ങൾക്ക് കോരിച്ചൊരിയണേ റബ്ബേ. റഹ്മത്തിന്റെ കവാടങ്ങള്, ഖൈറിന്റെ കവാടങ്ങള്, നന്മയുടെ കവാടങ്ങള് ഞങ്ങളെ ജീവിതത്തിലേക്ക് തുറന്നു നൽകണേ അല്ലാ. നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് തടഞ്ഞു വെക്കല്ല അല്ലാ.
പ്രിയമുള്ളവരെ, നമ്മൾ അള്ളാഹുവിന്റെ ഇസ്മുകളാണ് ഇങ്ങനെ ആവർത്തിച്ച് ചൊല്ലുന്നത്. അതുകൊണ്ട് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുത്തോളി. നമ്മളെ മജ്ലിസിലേക്ക് അവർ വന്ന് ഒരു ഇസ്മു ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ബർക്കത്തുണ്ടാവും. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുകയാണ്. അതുകൊണ്ട് ആരും ഈ മജ്ലിസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലുന്നത് അസ്മാഉൽ ഹുസ്നയിലെ യാ നാഫിഉ യാ അല്ലാഹ്, യാ നാഫിഉ യാ അല്ലാഹ്. ഈ ഇസ്മു ചൊല്ലിക്കഴിഞ്ഞാൽ മഹാന്മാര് പറയുന്നുണ്ട് ഫീ ശിഫാഉൻ ലികുല്ലി സഖീം, എല്ലാ അസുഖങ്ങൾക്കും എല്ലാ രോഗികളുടെ രോഗങ്ങളും ശിഫയാകാൻ ഇതിലും വരുന്നുണ്ട്. ഇത് അത്ഭുതകരമായ ഇസ്മാണ്. രോഗങ്ങൾ ശിഫയാകും, നമ്മളെ ആഗ്രഹങ്ങൾ അല്ലാഹു നിറവേറ്റി തരും. അല്ലാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മളെ ജീവിതത്തിൽ അല്ലാഹു നൽകും. നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചൊല്ലാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. യാ നാഫിഉ യാ അല്ലാഹ്, 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 യാ നാഫിഉ യാ അല്ലാഹ്. സ്വീകരിക്കണേ റഹ്മാനെ. യാ നാഫിഉ എന്ന ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് സർവ്വ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ്. പല അസുഖമുള്ള ആളുകളുണ്ട് റബ്ബേ, ഓപ്പറേഷൻ പറഞ്ഞ ആളുകളുണ്ട്, സഹിക്കാൻ പറ്റാത്ത വേദനയുള്ള ആളുകളുണ്ട്. അവരുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ്. പൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാഹ്. ഓപ്പറേഷൻ ഇല്ലാതെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാഹ്. എല്ലാ വേദനകളും നീ അകറ്റി കൊടുക്കണേ അല്ലാഹ്. ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ. മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിലുണ്ടെങ്കിൽ, ഞങ്ങളെ കുടുംബക്കാരുടെ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ എടുത്തു മാറ്റണേ റഹ്മാനെ. ഖൈറിന്റെ കവാടങ്ങൾ തുറക്കണേ അല്ലാഹ്. ഈ ഇസ്മിന്റെ ബർക്കത്ത് ഞങ്ങളെ ജീവിതത്തിലും കുടുംബത്തിലും ഞങ്ങളെ ശരീരത്തിലും നൽകി
നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലുന്നത് യാ നൂറു യാ അല്ലാഹ്, യാ നൂറു യാ അല്ലാഹ് എന്ന ഇസ്മാണ്. നൂറ് എന്ന് പറയുന്ന എന്റെ പ്രിയമുള്ളവരെ, ഇത് ആവർത്തിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ ഖൽബിലേക്ക് ഈമാനിന്റെ പ്രകാശം, ഈമാനിന്റെ പ്രഭ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അരുതായ്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള മനസ്സ് അല്ലാഹു നമ്മൾക്ക് ചൊല്ലുകയാണ്. അല്ലാഹു നമ്മൾക്ക് ചൊല്ലാനുള്ള ഭാഗ്യം നൽകട്ടെ. യാ നൂറു യാ അല്ലാഹ്, 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 യാ നൂറു യാ അല്ലാഹ്. സ്വീകരിക്കണേ റഹ്മാനെ, നൂറെന്ന ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് ഈമാനിന്റെ പ്രകാശം നൽകണേ റഹ്മാനെ. 5 വക്ത് നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കും ഞങ്ങളെ മക്കള് കുടുംബങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ലാ. ഹറാമായ കാര്യങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ ഈമാൻ നന്നാക്കി തരണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. വിശ്വാസ വൈകല്യങ്ങളെ തൊട്ട് കാക്കല്ലാ. ആഖിറ വിജയം നൽകണേ റഹ്മാനെ. സന്മാർഗത്തിന്റെ വഴി ഞങ്ങൾക്ക് തുറന്നു നൽകണേ റബ്ബേ. ഈ മജ്ലിസ് കാണുന്നവരുണ്ട്, അതുപോലെ ഈ മജ്ലിസ് നല്ല മനസ്സോടെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന നല്ല ഉമ്മമാര് ഉപ്പമാരുണ്ട്. അവർക്കൊക്കെ ഈ ഇസ്മിന്റെ ബർക്കത്ത് നൽകണേ അല്ലാ. നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലുന്നത് യാ ഹസീബു യാ അല്ലാഹ്. യാ ഹസീബു യാ
അല്ലാ എന്ന ഇസ്മ പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുകയാണ്. പെട്ടെന്ന് അള്ളാഹുവിന്റെ പ്രാർത്ഥന സ്വീകരിക്കുകയും അള്ളാഹുവിന്റെ ഇജാബത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യും. ഈ ഇസ്മു ചൊല്ലി അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ ലാ യസ്അലുല്ലാഹ ശൈഅൻ ഇല്ലാ അഅതാഹു, എന്താണോ അള്ളാഹിനോട് ചോദിക്കുന്നത് അത് അള്ളാഹു കൊടുക്കാതിരിക്കൂല. നമ്മൾക്ക് ഒരുമിച്ച് ചെല്ലാം. അള്ളാഹു സ്വീകരിക്കട്ടെ. യാ ഹസീബു യാ അല്ലാഹ്, 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 യാ ഹസീബു യാ അല്ലാഹ്. സ്വീകരിക്കണേ റഹ്മാനെ, ഖബൂൽ ചെയ്യണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ, ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്, ഞങ്ങളെ പ്രാർത്ഥന തട്ടിക്കളയല്ല അല്ലാഹ്, ഞങ്ങൾ ചോദിക്കാൻ അർഹരല്ല, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, ഞങ്ങളെ പ്രാർത്ഥന ഖബൂൽ ചെയ്യണേ അല്ലാഹ്. പലർക്കും പല പല ഉദ്ദേശങ്ങളുണ്ട്. മക്കൾ നന്നാവാൻ ഉദ്ദേശമുള്ളവരുണ്ട്, വീട് നിർമ്മാണം ഉദ്ദേശമുള്ളവരുണ്ട്, ജോലി ഉദ്ദേശമുള്ള ആളുകളുണ്ട്, രോഗം ചിപയാകാൻ ഉദ്ദേശിക്കുന്ന ആളുകള്, അങ്ങനെ പല പല ഉദ്ദേശങ്ങളുള്ളവരാണ്. മക്കളുടെ വിവാഹം ശരിയാകാൻ ആഗ്രഹിക്കുന്ന ആളുകള്, ഇങ്ങനെ ഒരുപാട് ഒരുപാട് മുറാദുകളുണ്ട്. എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്, എല്ലാ വേദനകളും അകറ്റി കൊടുക്കണേ അല്ലാഹ്, എല്ലാ ഹാജത്തുകളും നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലുന്നത് യാ വാസിഉ യാ അല്ലാഹ്, യാ വാസിഉ യാ അല്ലാഹ് എന്ന ഇസ്മ ഒരാൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ വമൻ അക്ബറ മിൻ ദിക്രിഹി വസി അല്ലാഹു ഫി റിസ്ഖി, അവന്റെ ഭക്ഷണത്തിൽ അല്ലാഹു വിശാലത ചെയ്തു കൊടുക്കുകയാണ്. മഹാനരായ ഖദർ നബി അലൈഹിസ്സലാം ചൊല്ലിയ ഇസ്മാണ് യാ വാസിഉ യാ അല്ലാഹ്. നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചൊല്ലാം. യാ വാസിഉ യാ അല്ലാഹ്, 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 യാ വാസിഉ യാ അല്ലാഹ്,
Allah, Ya Wasi'u Ya 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 Allah. സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. യാ വാസി എന്ന ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഭക്ഷണത്തിൽ വിശാല നൽകണേ റഹ്മാനെ. ഞങ്ങളെ കഷ്ടപ്പാടുകൾ അകറ്റിത്തരണേ റബ്ബേ. ജീവിതത്തിൽ ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു നൽകണേ അല്ലാ. ഈ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന മുത്തു മുഅ്മിനീങ്ങൾക്ക് യാ വാസി എന്ന ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് ഖൈറിന്റെ റഹ്മത്തിന്റെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസ് എന്നും കാണുന്നവരെ നീ സ്വീകരിക്കണേ അല്ലാ. അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഫാത്തിഹ സൂറത്ത് നമ്മൾ ആദ്യം ഓതിയിട്ടുണ്ട്. ഈ സൂറത്തുൽ ഇഖ്ലാസ് മുഅവ്വിദത്തീനെ ഓതി നമുക്ക് പ്രാർത്ഥനയിൽ പ്രവേശിക്കാം. എല്ലാവരും കമന്റിൽ ആമീൻ എന്ന് എഴുതി വിടുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الله സ്വീകരിക്കട്ടെ.
الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفينا محمد അർഹമുറാഹിമീനായ പരമദയാലുവായ കരുണക്കടലായ രാജാതിരാജനായ അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് ഖബൂൽ ചെയ്യണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. ഈ മജ്ലിസ് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് വിജയം നൽകണേ റഹ്മാനെ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. സ്വർഗ്ഗം നൽകണേ അല്ലാഹ്, നരകത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. രാജാതിരാജനായ അല്ലാഹുവേ, സമാധാനവും സന്തോഷവും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ടെൻഷനുകൾ നീ അകറ്റി തരണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബിന് സന്തോഷം നൽകണേ റഹ്മാനെ. ഒരുപാട് രോഗികളുണ്ട്, അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹ്. ഹോസ്പിറ്റലിലുള്ള ആളുകളുടെ ശിഫ കൊടുക്കണേ അല്ലാഹ്. അസുഖം കാരണം വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് ശിഫ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പ്രഷർ ഉള്ളവര്, ഷുഗർ ഉള്ളവര്, ക്യാൻസർ ഉള്ളവര്, എയ്ഡ്സ് ഉള്ളവര്, കിഡ്നിക്ക് പ്രയാസമുള്ള ആളുകളുണ്ട്, തലച്ചോറിന് പ്രയാസമുള്ള ആളുകൾ, വൃക്കക്ക് പ്രയാസമുള്ള ആളുകളുണ്ട്, ഗർഭാശയത്തിൽ മുഴയുള്ള ആളുകൾ, സഹിക്കാൻ പറ്റാത്ത കാലുവേദനയുള്ള ആളുകൾ, വയറുവേദനയുള്ള ആളുകൾ, ചെവിവേദനയുള്ള ആളുകൾ, പല്ലുവേദനയുള്ള ആളുകൾ, എന്ത് രോഗവും നീ ശിഫയാക്കണേ അല്ലാഹ്. എല്ലാം നിനക്ക് ശിഫയാക്കാൻ കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ശിഫയാക്കണേ റഹ്മാനെ. ആയിരാരോഗ്യം നൽകണേ അല്ലാഹ്. ഒരുപാട് കാലം രോഗശയിൽ കടക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റഹ്മാനെ. ഈമാൻ നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ റഹ്മാനെ. കടം കാരണം പ്രയാസപ്പെടുന്ന എത്ര ആളുകളാണ്, അവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. കടം വാങ്ങി ജീവിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാഹ്. ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ട അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റഹ്മാനെ. തലകുനിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാഹ്. ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് നൽകണേ അല്ലാഹ്. പ്രയാസം കാരണം ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ആളുകളുണ്ട്, അത്തരം മുസീബത്തുകളെ തൊട്ട്, ഹറാമിനെ തൊട്ട് കാക്കണേ റബ്ബേ. ആത്മഹത്യയുടെ വക്കിലെത്തിയ ആളുകൾക്ക് രക്ഷ നൽകണേ റഹ്മാനെ. കടം കാരണം ദിവസങ്ങളോളമായി ഒന്ന് ഉറങ്ങിയിട്ട് ഉസ്താദേ എന്ന് പറഞ്ഞ ആളുകളുണ്ട്, അവർക്ക് റഹ്മത്ത് കൊടുക്കല്ലാ, നല്ല ജോലി കൊടുക്കല്ലാ, ബറക്കത്ത് നൽകണേ റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് അനുയോജ്യമായ ജോലി കൊടുക്കണേ അല്ലാഹ്. ഭർത്താക്കന്മാരെ ജോലി പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, മക്കളുടെ ജോലി പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, ഉപ്പമാരുടെ ജോലി പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, ആങ്ങളമാരുടെ ജോലി പറഞ്ഞ് വസിയത്ത് ചെയ്തിട്ടുണ്ട്, കുടുംബക്കാരുടെ ജോലി പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ നല്ല ജോലി കൊടുക്കല്ലാ, ഉദ്ദേശിച്ച പഠിച്ച ജോലി കൊടുക്കണേ റഹ്മാനെ. വിദേശ രാജ്യത്തേക്ക് ജോലിക്ക് വേണ്ടി പോയ ആളുകൾക്കൊക്കെ നല്ല ജോലി കൊടുക്കല്ലാ, അവരന്വേഷിക്കുന്ന ജോലി കൊടുക്കണേ റഹ്മാനെ. എല്ലാവർക്കും അനുയോജ്യമായ ജോലി കൊടുക്കണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് നല്ല വീട് കൊടുക്കല്ലാ. വീട് പണി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, തുടങ്ങി വെച്ച ആളുകൾക്കൊക്കെ ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ റഹ്മാനെ. ഉള്ള വീട്ടിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. വിവാഹപ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യമായ ഇണകളെ നൽകണേ റഹ്മാനെ. ഈ ബർക്കത്ത് കൊണ്ട് മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ കൊടുക്കല്ലാ. ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഉള്ള മക്കളിൽ ബർക്കത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാഹ്. പരീക്ഷ എഴുതിയ മക്കൾ, എഴുതാൻ പോകുന്ന മക്കൾക്കൊക്കെ നല്ല വിജയം നൽകണേ റഹ്മാനെ. ബുദ്ധികൂർമ്മതയുള്ള മക്കളാക്കണേ അല്ലാഹ്. അനുസരണയുള്ള സ്നേഹമുള്ള മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാഹ്. സൽസ്വഭാവം നൽകണേ അല്ലാഹ്. ഐക്യം നൽകണേ അല്ലാഹ്. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാഹ്. കുടുംബത്തിൽ ഐക്യം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ നാടുകളിൽ ജീവിതത്തിൽ ഐക്യം നൽകണേ റഹ്മാനെ. ഭാര്യ ഭർത്താക്കന്മാർക്കിടെയുള്ള സർവ്വ പ്രശ്നങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ലാഹ്. സ്നേഹത്തോടെ സന്തോഷത്തോടുകൂടെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. സിഹർ കണ്ണേറുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. പൈശാചികമായ ശബ്ദങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ബദിയാലെ തൗഫീഖ് നൽകണേ അല്ലാഹ്. 5 വക്ത് നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഈ മജ്ലിസ് കാണുന്നവർക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കളെ കാക്കണേ അല്ലാഹ്. അവരുടെ പൊരുത്തം നൽകണേ അല്ലാഹ്. അവരെ സ്നേഹം നൽകണേ റഹ്മാനെ. ആഫിയത്തും ആരോഗ്യം അവർക്ക് കൊടുക്കണേ അല്ലാഹ്. അവരെ പ്രയാസങ്ങൾ അകറ്റണേ റബ്ബേ. ഞങ്ങൾക്കും ഞങ്ങളുടെ പാവപ്പെട്ട മാതാപിതാക്കള്, ഭാര്യമക്കള്, കുടുംബക്കാര്, സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഞങ്ങളുമായി ബന്ധപ്പെട്ടവര്, വല്ലുപ്പമാര്, അയൽവാസികളുണ്ട് അല്ലാഹ്. ഞങ്ങളെ കൂട്ടുകാരുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകള്, ഞങ്ങളെ മജ്ലിസ് കാണുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ അല്ലാഹ്. വിശ്വാസ വൈകല്യങ്ങളെ തൊട്ട് കാക്കല്ലാഹ്. ഞങ്ങളെ
ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ട് കാക്കണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ആഖിറ വിജയം നൽകണേ അല്ലാ. ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയി, അവരെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. അവരെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും സ്വർഗ ലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. അർശിന്റെ തണൽ നൽകണേ റഹ്മാനെ. നിന്റെ ലിഖാഹ് കാണാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. മോശമായ മരണം ഞങ്ങൾക്ക് നൽകല്ല റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് കൊണ്ട് ജീവിതത്തിൽ ഉപകാരം നൽകണേ അല്ലാ. എല്ലാ ടെൻഷനുകളും നീ അകറ്റി കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസിൽ പ്രവേശിക്കുന്നവരുടെ, ഈ മജ്ലിസ് എന്നും കാണുന്നവരുടെ മുറാദുകൾ ഹസിലാക്കി കൊടുക്കല്ല. ഹാജത്തുകൾ നിറവേറ്റി കൊടുക്കല്ല. എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ഹബീബായ തങ്ങളെ കൊണ്ട്, അജ്മീർ ഖാജ തങ്ങളെ കൊണ്ട്, കുസിയം വലിയുള്ളാഹി തങ്ങളെ കൊണ്ട്, ഖദർ അലി ഇസ്ലാമിനെ കൊണ്ട്, മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ലാ. എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരണേ അല്ലാ. എല്ലാ ദുഃഖങ്ങളും നീ അകറ്റി തരണേ അല്ലാ. എല്ലാ ദുഃഖങ്ങളും നീ അകറ്റി തരണേ അല്ലാ. മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബർ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. അവരെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും അവസാനം സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങൾ ഇവിടെ ചൊല്ലിയ ദിക്റുകൾ, സ്വലാത്തുകൾ മുഴുവനും ഖബൂൽ ചെയ്യല്ലാ. ഉസ്മാഉൽ ഹുസ്ന സ്വീകരിക്കണേ അല്ലാ. അതിനൊക്കെ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ആഖിറ വിജയം നൽകണേ അല്ലാ. ദുനിയാവിലും വിജയം നൽകണേ അല്ലാ. ഈ ലോക വിജയം നൽകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ പാപങ്ങൾ പുറത്തരണേ അല്ലാ. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ് സജ്ജനങ്ങൾ, ഉൾപ്പെടുത്തണേ റഹ്മാനെ. മാപ്പ് നൽകണേ അല്ലാ. മാപ്പ് നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. മുഅ്മിനീങ്ങൾക്ക് ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ ശത്രുക്കളെ പരാജയപ്പെടുത്ത റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും ഉച്ചക്ക് 1 മണിക്ക് നമ്മളെ മജ്ലിസിൽ പഠിക്കേണ്ട ചില വിഷയങ്ങളും ചില ദിക്ർ ദുആ മജ്ലിസ് ഒക്കെ നമ്മൾ പറയാറുണ്ട്. കഴിയുന്ന ആളുകൾ ആ 1 മണിക്കത്തെ മജ്ലിസിൽ നടക്കുന്ന ആ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.